ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രിപ്പ് പോകാനാണ് നമ്മൾ പ്ലാൻ. ഇവിടുന്ന് 3 hours ഉണ്ട്. ഒരു ചെറിയ സ്റ്റേ എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഒന്ന് റിലാക്സ് ആവുക. പിന്നെ ഒരു റോഡ് ട്രിപ്പ്, 12 അപ്പോസിൽസിലെ സൺറൈസ് പിടിക്കണം. പിന്നെ ഗ്രേറ്റ് ഓഷ്യൻ റോഡിലെ കുറച്ച് വ്യൂ പോയിന്റ്സ് കാണണം. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. ബാക്കിയെല്ലാം അപ്പം വെച്ച് കാണാം. ഓസ്ട്രേലിയ മെൽബണിലായിട്ട് ഗ്രേറ്റ് ഓഷ്യനിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ രസമല്ലേ. എന്നാൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗ്രേറ്റ് ഓഷ്യനിലേക്കാണ്. ബാക്കിയുള്ള ടൈം ഉണ്ടെങ്കിൽ വരുന്ന വഴിക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ഭയങ്കര ആക്റ്റീവായിരിക്കും. നമ്മൾ ഓഷ്യന് പാരലായിട്ടാണ് പോകുന്നത്. കുറേ ആൾക്കാർ പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യണത് കാണാം. ത്രൂ ഔട്ട് നമ്മൾ ഗ്രേറ്റ് ഓഷ്യൻ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഓഷ്യനിൽ പാരലായിട്ടാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ ഷോർട്ട് റൂട്ട് എടുത്തു. കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇനി അവിടെ സ്റ്റേ എടുത്ത സ്ഥലത്തേക്ക് എത്താനും കൂടി കുറച്ചും കൂടി ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഷോർട്ട് റൂട്ട് എടുത്തിട്ടാണ് പോകുന്നത്. കംപ്ലീറ്റ് ഓഷ്യന് പാരലായിട്ടല്ല പോകുന്നത്. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഫേവറേറ്റ് സോങ് ഒക്കെ വെച്ച് പാടി അങ്ങനെ ചില്ലടിച്ച് പോവുകയാണ്. ഇവിടെ എത്തിയപ്പോൾ റിസപ്ഷനിൽ ആരെയും കാണാനില്ലായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ കാണാത്തതെന്ന്. പക്ഷെ അങ്ങനെയല്ല, സെൽഫ് ചെക്കൗട്ടും സെൽഫ് ചെക്കിനും ആയിരുന്നു ഇവിടെ. സൺറൈസ് കാണാൻ എന്താ നേരത്തെ എണീച്ചു. എൻ്റെ കണ്ണൊന്നും മിന്നിട്ടില്ല കേട്ടോ. ഗ്രേറ്റ് ഓഷ്യൻ റോഡിലെ ഓരോ വ്യൂ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒരു വലിയ മാപ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 12 അപ്പോസിൽസ് ആണ് നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത്.
ഇതിന് എന്തുകൊണ്ടാണ് 12 അപ്പോസിൽസ് എന്ന് പറയുന്നത് വെച്ചാൽ 12 വലിയ ലൈം സ്റ്റോൺ സ്റ്റാക്സ് കാണും. ഈ 12 വലിയ എണ്ണത്തിലും കുറേ ചെറിയ ബേർഡ്സ് ഉണ്ട്, കുറേ ആനിമൽസ് ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറയണത്. ഇതിപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത് നേച്ചറിൻ്റെ ഒരു അത്ഭുതമാണെന്നാണ് കേട്ടോ പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഹെവി ടൈഡ് അടിച്ചിട്ടും ഇത്രയും വിൻഡിൻ്റെ ഇടയിൽ കൂടെയും ഈ സ്റ്റാക്കുകൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ്. ടൈം ഏകദേശം 7 മണിയായിട്ടുണ്ട്. നല്ലൊരു തണുപ്പും മൊത്തത്തിൽ നല്ലൊരു വെതറുമാണ്. ഓരോ ലുക്ക് ഔട്ട് പോയിന്റിലും അതിൻ്റേതായ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സൺ ഈസ്റ്റിലാണല്ലോ ഉദിക്കുന്നത്, പക്ഷെ 12 അപ്പോസിൽസ് വെസ്റ്റിലാണ്. അതുകൊണ്ട് സൺറൈസ് ഇവിടുന്ന് കാണാൻ പറ്റില്ല. എനിവേ, അപ്പോൾ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ഈസ്റ്റ് പാത്ത് വേ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്ത് വേ കൂടെ നടക്കുകയാണ്. ചെറിയൊരു കാട് പോലൊരു സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കും. അതിൻ്റെ ഇടയിൽ കൂടെ തത്തകളൊക്കെ ഇങ്ങനെ പാറി പോകുന്നുണ്ട്. ഭയങ്കര ബേർഡ്സിൻ്റെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസും ഭയങ്കര ശാന്തത. അപ്പുറത്തതിന് പാരലായിട്ട് തന്നെയാണ് നമ്മൾ ബീച്ച് പോണത്. അപ്പോൾ ബീച്ചിൽ നിന്നുള്ള ആ ടൈഡ്സിൻ്റെ സൗണ്ടും നല്ല രാവിലെ ആവണേൻ്റെ ആ സൺറൈസ് വരുന്നതിൻ്റെ ഭംഗിയും എല്ലാത്തും കൂടിയാണ് ഇപ്പം മൊത്തത്തിൽ. ബീച്ചിൻ്റെ സൗണ്ട് മാത്രമാവില്ല, എൻ്റെ മൂക്ക് വലിക്കുന്ന സൗണ്ടും ചിലപ്പോൾ കേൾക്കാം. രാവിലെ നേരത്തെ എണീച്ചാൽ എനിക്കുള്ളതാണ് ഈ സ്ഥിരം ജലദോഷം പരിപാടി. കാര്യമാക്കണ്ട, സ്ഥിരമുള്ളതാണ്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഓൾഡ് ടൗൺ കണ്ടു കേട്ടോ. അവിടെ ഒരു ചെറിയ കോഫി ഷോപ്പും ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങളൊരു കോഫിയും ടോസ്റ്റൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ഷീപ്പ് കൂട്ടന്മാരെ കണ്ടു. അടിപൊളി, എന്ത് ശാന്തവും സമാധാനമാണല്ലേ. അപ്പം ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ നമ്മൾ എപ്പോഴാണ് എണീച്ചു? 6:30 എണീച്ചു. പക്ഷെ സൺസെറ്റും സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല അവിടെ വന്നിട്ട്. സാരില്ല, നമുക്ക് അടുത്തോട്ട് ചെയ്യാം. തിരിച്ചു പോയി ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് യാത്ര വീണ്ടും തുടങ്ങാം. അടുത്ത നമ്മൾ ലുക്ക് ഔട്ട് പോയിൻ്റാണ് 2 സർവൈവേഴ്സ്. നടക്കുന്ന വഴിയിലൊക്കെ എല്ലാത്തിനും ഇതെന്താ സംഭവം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, അതിൻ്റെ ഫോട്ടോസും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വെയിലൊക്കെ വന്നു തുടങ്ങി, നല്ല വെതറുമാണ് ഇന്ന്.
ഇത്രയും ഹെവി ടൈഡൊക്കെ അടിച്ചിട്ടും എങ്ങനെയാണ് അതിപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത് എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പ്ലാൻഡ് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം, ഡെസ്റ്റിനേഷൻസ് എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി പോണ വഴിക്ക് ടൈം അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.